പൃഥ്വിരാജ് സുകുമാരന്റെ ഓണചിത്രമായ ഖലീഫയിലെ ഗോൾഡ് റഷ് എന്നൊരു സോങ് ജെയിംസ് ബിജോയ് മ്യൂസിക്കലിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. കേൾക്കാം വാ. അറബിക് ടച്ച്. അമ്മാറാണ് അത് ഗോൾഡ് റഷ്. ഇത് ഡബ്സി. ഏയ് ഏയ് ഓ ഏയ് ഏയ് no. Hmm. Hey, hey, hey! Oh, hey, Amaran. Ready? One, two, three. അത് നമുക്ക് കേൾക്കാം. ഇതാണ് അത്. അതായത് ഇതിന് കുറച്ച് നാൾക്ക് മുമ്പ് ഡബ്സി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജെയ്സ് ബിജിയോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ഖലീഫയുടെ ആ ഒരു പാട്ടുമായിട്ടാണ് ബന്ധപ്പെട്ടെന്ന ആ ഒരു ഹാഷ്ടാഗും പരിപാടികളും ഗോസിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ പാട്ട്, ഗോൾഡ് റഷ് എന്ന പാട്ട്. അപ്പോ ഡബ്സി ജെയ്സ് ബിജിയുടെ ആ ഒരുമിക്കൽ വരുന്ന ഒരു പാട്ട് കൂടെയാണ് ഇത്. തുടക്കം തന്നെ ഡബ്സീനെ അറിയാമല്ലോ, മലബാറിന് ആ ഒരു ലിറിക്സ് ഒക്കെ ഡബ്സി കറക്റ്റ് ആയിട്ട് വരും, ആരെക്കാളും നന്നായിട്ട് വരും. അപ്പൊ ആ ഒരു സ്ലാങ് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു പാട്ടിന് ഹൈപ്പ് കിടിലിനായിട്ട് കേൾക്കുന്നുണ്ട്. പാട്ട് നല്ല ലിറിക്സ് ഒക്കെ തന്നെയാണ്. ആൻഡ് അതിന്റെ ഇടയിൽ അമരണന്റെ അതിന്റെ ഇടയിലുള്ള ബീജിഎമ്മും അതും കൂടെ വരുമ്പോൾ സൂപ്പർ ആയിട്ടും ഉണ്ട്. ആൻഡ് തിയേറ്ററിൽ തന്നെ ഈ ഒരു ബീജിഎമ്മും കാര്യങ്ങളും പരിപാടിയൊക്കെ പടത്തിലും കാണുമ്പോഴൊക്കെ നല്ല കിടിലൻ ഗൂസ് ബംസ് ഒക്കെ ആയിരുന്നു. പൃഥ്വിരാജ് ഒരു ഓറൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഖലീഫ ചെയ്തത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയോടാണ് ഖലീഫ. സി, സ്ക്രിപ്റ്റ് വൈസ് വീക്ക് തന്നെയാണ്, നമുക്ക് അത് നേരത്തെ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ്. ബട്ട് പൃഥ്വിരാജിന്റെ ആ ഒരു ആക്ഷൻ ആകട്ടെ, ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആവട്ടെ, അതെല്ലാം നല്ല രീതിയിൽ തന്നെ പൃഥ്വിരാജ് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഏയ് 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 അമരന്റെ നിക്കാൻ ഇത് ഈ ബീജിയം ഒക്കെ തിയേറ്ററിൽ വന്നപ്പോഴേ സൂപ്പറായിരുന്നു. ഈ ബീജിയം ഒക്കെ ആ സീനൊക്കെ കണ്ടപ്പോ ഇനി ജോക്കറുടെ പാട്ടാണ് പറയുന്നത്. പാട്ടാണോ? ഇംഗ്ലീഷ് വേറെ. ഇതൊക്കെ അവിടെ അവിടെ ആയിട്ട് അവര് എടുത്തിട്ടുണ്ടായിരുന്നു. ജോക്കർ തന്നെ. ബിൽഡ് ചെയ്ത് വരുന്നുണ്ടാ. ഈ ഒരു പാട്ട്, ആ ഒരു സാധനം, അതായത് തിയേറ്ററിൽ ആ ഒരു ബീജിയം ഇട്ട് പൃഥ്വിരാജ് നടന്നു വരുമ്പോ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ സൂപ്പറാണ്. ആ ഒരു ഡ്രസ് സെൻസ് എല്ലാം. സി, പല ആൾക്കാരും പറയുന്നത് ഇത് ഔട്ട് മാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന്. പൃഥ്വിരാജിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് അവിടെ അടിയുള്ള ഒരു പടമാണ്, അല്ലാതെ ചുമ്മാ വാലാകോല അടിയുള്ള ഒരു പടമല്ലെന്ന് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് കൺഫേം ആയിട്ട് ലാലേട്ട വരുമ്പോ കൈയടിയുണ്ട്, അതൊക്കെ തന്നെയാണ് ഈ പടത്തിൽ നടന്നിട്ടുള്ളത്. ബട്ട് ഇതിന് ഒരു സെക്കൻഡറി വേഷൻ ആയിട്ട് ഒരു നല്ല രീതിയിലുള്ള നെഗറ്റീവ് ഈ പടത്തിന് വന്നിട്ടുമുണ്ട്, വരാൻ ശ്രമിച്ചിട്ടുമുണ്ട്, വരുത്തിയിട്ടുമുണ്ട്. അതായത് ഈ ടോക്കൊക്കെ അങ്ങനെ ആക്കി വരുത്തി, അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പിന്നെ ഈ പടത്തിന് പല രീതിയിലും ആള് കയറാതിരിക്കാനുള്ള ആ ഒരു പരിപാടികളൊക്കെ നടന്നിട്ടുമുണ്ടായിരുന്നു. ബട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഖലീഫ. കാരണം ആ പൃഥ്വിരാജ് ആ ഒരു
ആന്ധ്രയിൽ ഈ പൃഥ്വിരാജിന് പറ്റും ആ ഒരു ലുക്കും ആ ഒരു വരവും. ഔട്ട് ആൻഡ് ഔട്ട് ഫുൾ മാസ് പടം അല്ല ഇത്. ഇതൊരു ഇമോഷണൽ ഡ്രാമ തന്നെയാണ്. അവിടെ അവിടെ കുറച്ച് നെഗറ്റീവ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഒരു സാറ്റിസ്ഫൈഡ് മൂവി തന്നെയാണ്. ഓ ഓ അമരുടെ അമരുടെ ഓ BGM மண்டையில ஓடிக்கிட்டே இருக்கு. ഇതാ കാർ ചേസിങ് സീനിലൊക്കെ ഈ മ്യൂസിക് ഒക്കെ ഇടുവാ. അമർന്ന് അമർന്ന് അത് ഓ ഗോൾഡ് റഷ്. ഗോൾഡ് റഷ് ഫ്രം ഖലീഫ, ജെയ്സ് ബിജോയ് മ്യൂസിക്കൽ, ഡബ്സിയാണ് പാടിയിരിക്കുന്നതും കൂടെ. ഐ ബിലീവ് ഇതൊരു എക്സ്റ്റെൻഡഡ് പോലത്തെ ഒരു വേഷം പോലെയാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. ആൻഡ് സൂപ്പർ പാട്ട്, ലിറിക്സ് ആവട്ടെ ആൻഡ് ഡബ്സി പാടിയതാവട്ടെ ആൻഡ് ആ ഒരു BGM ബീറ്റും പരിപാടികളാകട്ടെ കിഡിലനായിട്ട് തന്നെ ഉണ്ട്. ജെയ്ക്സ് ബിജോയുടെ ഒരു കത്തികൽ തന്നെയാണ്. ആൻഡ് ഈ ഒരു പാട്ടിൽ ആ ഒരു ലിറിക്സ് ആ ഒരു BGM ഒക്കെ ഓരോ സീനിലൊക്കെ ഇടുമ്പോൾ സൂപ്പറാണ്. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മ്യൂസിക് ആ ഒരു സ്റ്റെൻഡിലൊക്കെ ഇട്ടപ്പോൾ കിട്ടില്ലനായിരുന്നു. ഓവറോൾ എനിക്ക് സാറ്റിസ്ഫൈ ആയ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പടം കൂടെ ആയിരുന്നു ഖലീഫ. പ്രത്യേകിച്ചും ലാലേട്ടന്റെ ക്യാമിയോ ഒക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത്, തിയേറ്ററിലുള്ളവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ബട്ട് ആ ഒരു രണ്ടാം മൂന്നാമത്തെ ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് രീതിയിൽ നെഗറ്റീവ് വന്ന ഒരു ക്യാമിയോ ആയിട്ടാണ് ലാലേട്ടന്റെ ക്യാമിയോ. ലാലേട്ടന് ഇനി എന്തിന് ക്യാമിയോ എന്നൊക്കെ ഉള്ള ഒരു ടോക്കുകൾ വരെ ഉണ്ടായിരുന്നു. ബട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമിയോ തന്നെ, ഒരു കിട്ടിലൻ ക്യാമിയോ തന്നെയായിരുന്നു. പടത്തിൽ അറ്റ്മോസ്ഫിയറിൽ നല്ലതായിട്ട് ഒരു സാറ്റിസ്ഫൈ ചെയ്ത ഒരു സീനും കൂടെ ആയിരുന്നു ആ ഒരു സമയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ലാലേട്ടൻ ഇൻട്രോ, ഒരു സ്പെഷ്യൽ ക്യാമിയോ എന്നൊക്കെ പറയുന്നത്. പിന്നെ പൃഥ്വിരാജിന്റെ സീനായിരുന്നു. പൃഥ്വിരാജിന്റെ ക്ലൈമാക്സിലെ ജയിൽ ഫൈറ്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഒരു രാക്ഷസൻ ലെവല്, അതായത് പുള്ളി ഒറ്റയ്ക്ക് എല്ലാവരും ഇടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന സീന്. അപ്പോൾ ഒരു മലയാള ചെണ്ട അതുപോലത്തെ ഒരു രാക്ഷസം BGM പോലത്തെ, അതായത് അറബ് ഡച്ചൊക്കെ മാറ്റിയിട്ട് ജെയ്ക്സ് ബിജോയ് വേറൊരു മ്യൂസിക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തില്. ആൻഡ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് റിലീസാകും. മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ലാലേട്ടന്റെ ആ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് പടം വരുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് അനൗൺസും അവർ ചെയ്തിട്ടുണ്ട്. അതിൽ ടൊവിനോ തോമസ് ഒക്കെ ഉണ്ടാവും. ഐവർ അലക്സാണ്ടർ എന്നൊരു ക്യാരക്ടർ പോസ്റ്റർ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാണ് ഖലീഫ റിലീസ് ചെയ്ത് പിറ്റേ ദിവസം സെക്കൻഡ് 20-ാം തീയതിയാണ് റിലീസ് ചെയ്ത്. 21-ാം തീയതി എന്ത് തന്നെ, അതോ 20-ാം തീയതി തന്നെ തോന്നുന്നു, അന്ന് തന്നെയാണ് ആ ഒരു സിനിമയുടെ നല്ലൊരു റെസ്പോൺസിന് ശേഷം അന്ന് തന്നെയാണ് അവർ അനൗൺസും ചെയ്തത് ഖലീഫ 2 ഉണ്ടായിരിക്കുമെന്ന്. വൈശാഖ് ചിത്രം തന്നെയാണ്. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ മേക്കിങ്ങിൽ തന്നെയാണ് പ്രതീക്ഷ. കഥയിൽ ജിനു ഇബ്രാഹിമിന്റെ സ്റ്റോറിയിലൊന്നും പ്രതീക്ഷയില്ല. അത് തന്നെയാണ് പടത്തിലും കണ്ടത്. സ്റ്റോറി സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊന്നും ഒരു പ്രതീക്ഷയിൽ നമ്മൾ കണ്ടുമടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് മേക്കിങ് ആ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് കൊള്ളാവുന്ന രീതിയിലൊക്കെ വൈശാഖ് തന്നെ എടുത്തിട്ടുണ്ട്. ഓവറോൾ ടോപ്പ് ഓഫ് ദി പടം എന്ന് പറയാനൊന്നും ഇല്ല. അത് തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് സാറ്റിസ്ഫൈ ആയ ഒരു മൂവി തന്നെയാണ് ഖലീഫ. ഞാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പൃഥ്വിരാജിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഓറയൊക്കെ കണ്ടപ്പോൾ, പിന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ലാഗും പരിപാടികളും ആ ഒരു സ്ക്രീൻ പ്ലേയുടെ മോശം ആ ഒരു ഇഴച്ചിലും വഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നാലും പടം സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു FDFS കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു പടം. പൃഥ്വിരാജിന്റെ ഒരു തിരിച്ചുവരവ് പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഖലീഫ ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞോടുന്നുണ്ട്, ആൾക്കാരും പോകുന്നുണ്ട്. ഖലീഫ ഇപ്പോഴും ഇപ്പോൾ പല പടങ്ങൾക്ക് പിന്നെ രണ്ടാമത് ഇനിയും ഓണത്തിന് ചിത്രങ്ങളൊക്കെ വരുന്നുകൊണ്ടുള്ള ടോപ്പിക് ഉണ്ടായിരുന്നു. ബട്ട് ഒരു ചിത്രം മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. ആൻഡ് ഖലീഫയുടെ ഈ പാട്ട് ദ ഗോൾഡ് റഷ്, ജെയ്ക്സ് ബിജോയ് ഡബ്സിനെ കൊണ്ടുവന്നത് വെറുതെ അല്ല, പാടി കത്തിച്ചിട്ടുണ്ട്.